കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അതല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ മഹത്തായ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? രക്തരഹിത വിപ്ലവം. അതേപോലെ കൊട്ടാര വിപ്ലവം, പാലസ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ മഹത്തായ വിപ്ലവമാണ്. ഇനി ഈ രക്തരഹിത വിപ്ലവത്തിന് മഹത്തായ വിപ്ലവം എന്ന പേര് നൽകിയത് ജോൺ ഹാൻഡൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ പ്യൂരിറ്റൻ വിപ്ലവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടാണ്. പ്യൂരിറ്റൻ വിപ്ലവം ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവമാണ്. ഇനി നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കാൻ 2 കാരണമാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം നടന്ന വർഷം 1642. ഇനി രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. അത് നടന്നത് 1688. ഇങ്ങനെ 2 കാരണങ്ങളാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് ഉണ്ടാവാനിടയായ സാഹചര്യം. ഇനി 17-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടൻ ഭരിച്ചിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് സ്റ്റുവർട്ട് രാജാക്കന്മാർ എന്ന പേരിലായിരുന്നു. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടൻ ഭരിച്ച രാജാവ് ജെയിംസ് ഒന്നാമനാണ്. ജെയിംസ് ഒന്നാമന്റെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല. അതായത് ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്നതാണ് ജെയിംസ് ഒന്നാമന്റെ ഒരു പ്രശസ്തമായ ഒരു ഉദ്ധരണി. എന്ന് വെച്ചാൽ ആ സമയത്ത് മതം, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ, ഈ ഒരു വർഗത്തിനായിരുന്നു അവിടെ ഏറ്റവും പ്രാധാന്യം, അല്ലെങ്കിൽ ഭരണകാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ടാണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത്. ഇനി ജെയിംസ് ഒന്നാമന്റെ മരണത്തിന് ശേഷം അവിടെ അധികാരമേറ്റത് ചാൾസ് ഒന്നാമനാണ്. അപ്പൊ ഈ ഒരു സമയത്തും ഇംഗ്ലണ്ടിൽ എന്തുണ്ടായിരുന്നു? പാർലമെന്റ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്, അല്ലെ? അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ്, അവിടെ പാർലമെന്റ് ഉണ്ടായിരുന്നുവെങ്കിലും രാജാവും പാർലമെന്റും തമ്മിൽ വളരെ നല്ല ബന്ധമൊന്നുമല്ല ഉണ്ടായിരുന്നത്. അതായത് പാർലമെന്റിന്റെ അവകാശങ്ങളൊന്നും രാജാവ് അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തു? പാർലമെന്റിന്റെ അവകാശങ്ങൾ എഴുതി ഒരു കരാർ എഴുതി തയ്യാറാക്കിയിട്ട് അതിൽ ചാൾസ് ഒന്നാമനെ കൊണ്ട്, ആ സമയത്ത് രാജാവായിരുന്ന ചാൾസ് ഒന്നാമനെ കൊണ്ട് അതിൽ നിർബന്ധിപ്പിച്ച് ഒപ്പുവെപ്പിച്ചു. അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്തറിയപ്പെട്ടത്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ട രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഒന്നാമനാണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എഴുതി തയ്യാറാക്കിയ വർഷം 1628. ഓക്കെ. ഇനി അങ്ങനെ പാർലമെന്റും രാജാവും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നില്ല. പക്ഷെ ഒരു സമയം രാജാവിന് എന്ത് വേണ്ടി വന്നു? പാർലമെന്റിന്റെ സഹായം ആവശ്യമായി വന്നു. അങ്ങനെ പാർലമെന്റിനെ വിളിച്ചുകൂട്ടി. ഈ ഒരു പാർലമെന്റ് ഒരുപാട് കാലം നീണ്ടു നിന്നു. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് ലോങ് പാർലമെന്റ് എന്ന പേരിലായിരുന്നു. അപ്പൊ ലോങ് പാർലമെന്റ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടാണ്. എന്നാൽ ലോങ് മാർച്ച് എന്നുള്ളത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, പാർലമെന്റും രാജ്യത്തിനുള്ളിൽ തന്നെ പാർലമെന്റും ഇംഗ്ലണ്ടിന്റെ ഉള്ളിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ പാർലമെന്റും ഇംഗ്ലണ്ടിന്റെ രാജാവും തമ്മിൽ തന്നെ ഭയങ്കരമായ പ്രശ്നമാണ്. അപ്പോൾ ഈ രാജ്യത്തിനുള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പറയുന്നതാണ് ആഭ്യന്തര കലാപ, ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെന്റും തമ്മിൽ നടന്ന യുദ്ധമാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം നടന്ന വർഷം 1642. ഇനി ആഭ്യന്തര കലാപ സമയത്ത് പാർലമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ രൂപീകരിച്ചിരുന്നു. ആഭ്യന്തര കലാപ സമയത്ത് പാർലമെന്റിന്റെ സഹായം, ഓൾറെഡി രാജാവിന്റെ അടുത്ത് സൈന്യം ഉണ്ടാകും, പാർലമെന്റിന്റെ സഹായത്തിനായിട്ട് ഒരു സൈന്യം രൂപീകരിച്ചു. ഈ സൈന്യമാണ് ന്യൂ മോഡൽ ആർമി. ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഒലിവർ ക്രോംവെൽ ആണ്. ഓക്കെ, ഒലിവർ ക്രോംവെൽ ആണ്. അങ്ങനെ എന്ത് ചെയ്തു? ഈ ന്യൂ മോഡൽ ആർമിയുടെ സഹായത്തോടെ നമ്മുടെ ഒലിവർ ക്രോംവെല്ല് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചാൾസ് ഒന്നാമനെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്തു. വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. ഓക്കെ. അതിനുശേഷം ചാൾസ് ഒന്നാമനെ വധിച്ചതിന് ശേഷം അവിടെ ഭരണം നടത്തിയത് ഒരു റിപ്പബ്ലിക്കൻ ഭരണമായിരുന്നു. അതിന്റെ തലവനായി വന്നത് ആരാണ്? നമ്മുടെ ഒലിവർ ക്രോംവെൽ ആണ്. ഓക്കെ, റിപ്പബ്ലിക്കൻ ഭരണമായിരുന്നു അവിടെ പിന്നീട് നടന്നത്. ഇനി നമ്മൾ ഒലിവർ ക്രോംവെൽ ഭരണത്തിൽ വന്ന സമയം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു ഭരണ സംവിധാനമാണ് പ്രൊട്ടക്ടറേറ്റ്.
ഓക്കെ, അപ്പോൾ ഒലിവർ ക്രോംവെല് ഭരണത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു ഭരണ സംവിധാനമാണ് പ്രൊട്ടക്ടറേറ്റ്. അതോടൊപ്പം അദ്ദേഹം ഒരു പദവിയും കൊണ്ടുവന്നു, അതാണ് ലോർഡ് പ്രൊട്ടക്ടർ. ലോർഡ് പ്രൊട്ടക്ടർ. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ പ്രൊട്ടക്ടർ അതല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. അപ്പൊ ഇംഗ്ലണ്ടിലെ ഒരു റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവെല്ലാണ്. റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഒലിവർ ക്രോംവെല്ലാണ്. ഇനി ഒലിവർ ക്രോംവെല്ലിന്റെ മരണത്തെ തുടർന്ന് അധികാരമേറ്റത് നമ്മുടെ ചാൾസ് ഒന്നാമന്റെ, അതായത് അതിനു മുന്നുള്ള രാജാവിന്റെ മകനായിരുന്ന ചാൾസ് രണ്ടാമനായിരുന്നു. ചാൾസ് രണ്ടാമനെയാണ് പിന്നീട് ഭരണം നടത്താനായി പാർലമെന്റ് തെരഞ്ഞെടുത്തത്. അങ്ങനെ ചാൾസ് രണ്ടാമന്റെ കാലത്താണ് നമ്മുടെ ഹേബിയസ് കോർപ്പസ് റിട്ട് നിയമം അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് നിയമം ഇംഗ്ലണ്ടിൽ നിലവിൽ വരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്താ നമുക്കറിയാലോ, ഭരണഘടനയിലെ 5 റിട്ടുകളിൽ ഒന്നാണ് എന്തേത് ഹേബിയസ് കോർപ്പസ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 5 റിട്ടുകളിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. വിചാരണ കൂടാതെ ഒരാളെയും തടവിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്ത് ഹേബിയസ് കോർപ്പസ്. അപ്പൊ ഈ ഒരു നിയമം നിലവിൽ വരുന്നത് നമ്മുടെ ചാൾസ് രണ്ടാമന്റെ കാലത്താണ്. ഇനി ചാൾസ് രണ്ടാമൻ അത്യാവശ്യം നല്ലൊരു ഭരണം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. പക്ഷെ ചാൾസ് രണ്ടാമന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വരുന്നത് ജെയിംസ് രണ്ടാമനാണ്. ഈ ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വന്നതോടുകൂടി വീണ്ടും ആ ഒരു രാജ്യഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണത്തിലേക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ പാർലമെന്റിന് ഇഷ്ടമായില്ല. അങ്ങനെ അവർ എന്ത് ചെയ്തു, ജെയിംസ് രണ്ടാമനെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാൾസ് രണ്ടാമന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ചാൾസ് രണ്ടാമന്റെ മകളും അദ്ദേഹത്തിന്റെ ഭർത്താവിനെയും ഇംഗ്ലണ്ടിലേക്ക് ഇവർ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, ജെയിംസ് രണ്ടാമനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചാൾസ് രണ്ടാമന്റെ മകൾ മേരിയെയും വില്യമിനെയും അവര് എവിടേക്ക് ക്ഷണിച്ചു, ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവരുടെ സൈന്യവും കൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ജെയിംസ് രണ്ടാമൻ യുദ്ധത്തിനൊന്നും പോകാതെ വേഗം മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ സൈന്യം വളരെ ദുർബലമായിരുന്നു. അവരോട് പൊരുതി നിൽക്കാൻ ആർക്ക് കഴിയുമായിരുന്നില്ല. ജെയിംസ് രണ്ടാമന് കഴിയുമായിരുന്നില്ല. അപ്പൊ അദ്ദേഹം വേഗം എന്ത് ചെയ്തു, മറ്റൊരു രാജ്യത്ത് ഇവർ വരുന്നതിന് മുന്നേ അവിടെ നിന്നും സ്ഥലം വിട്ടു. കാരണം അവരുടെ കൈ കിട്ടിയാൽ എന്ത് ചെയ്യില്ല, അവർ വെച്ചേക്കില്ല. അങ്ങനെ ജെയിംസ് രണ്ടാമൻ മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പോയത് ഫ്രാൻസിലോട്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തുള്ളി രക്തം പോലും ചിന്തിക്കാതെ ഭരണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറിയതിനാൽ, സാധാരണ യുദ്ധത്തിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ ഭരണം മറ്റൊരാള് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ കൈവശപ്പെടുത്തുന്നത്. ഇത് ഒരു തുള്ളി രക്തം പോലും ചിന്തിക്കാതെ ജെയിംസ് രണ്ടാമൻ എന്ത് ചെയ്തു, പലായനം ചെയ്തതോടുകൂടി നേരിട്ട് അവിടെ പിന്നെ ഭരണാധികാരി ഇല്ല, മേരി വില്യം എന്ത് ചെയ്തു, ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വിപ്ലവം രക്തരഹിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു തുള്ളി രക്തം ചിന്തിക്കാതെ ജെയിംസ് രണ്ടാമനെ ഭരണത്തിൽ നിന്ന് മാറ്റി പുതിയ ഭരണാധികാരികളെ, അതായത് മേരിയെയും വില്യമിനെയും ആ സ്ഥാനത്തേക്ക് നിർത്താൻ പാർലമെന്റിന് സാധിച്ചു. ഈ നടപടി ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, രക്തരഹിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം പാർലമെന്റ് എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിന് കൂടുതൽ അധികാരം വേണം. ഓക്കെ, ഇനി രാജ്യഭരണം എന്നുള്ളത് അവിടെ നിർത്താം, രാജാവ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ അധികാരവും അവകാശങ്ങളും കൂടുതൽ പാർലമെന്റിന് വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പാർലമെന്റ് എന്ത് ചെയ്തു, ഒരുപാട് അധികാരങ്ങളുള്ള ഒരു കരാർ തയ്യാറാക്കി. പാർലമെന്റ് അധികാരങ്ങളൊക്കെ തയ്യാറാക്കി ഒരു കരാർ തയ്യാറാക്കി. എന്നിട്ട് ഈ കരാറാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ബിൽ ഓഫ് റൈറ്റ്സ് എഴുതി തയ്യാറാക്കിയ വർഷം 1688 എന്നാൽ ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയ വർഷം 1689. ഇനി അപ്പൊ ഇപ്പം ഇംഗ്ലണ്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് രാജാവുണ്ട്, പക്ഷെ ഭരണത്തിന് ഏറ്റവും കൂടുതൽ അവകാശം എന്ന് പറയുന്നത് പാർലമെന്റിനാണ്. അതായത് ഇംഗ്ലണ്ടിലെ ഒരു നിയന്ത്രിത രാജവാഴ്ചക്ക് കാരണമായ ഒരു കരാറായിരുന്നു അത്. അപ്പൊ ഇംഗ്ലണ്ടിലെ നിയന്ത്രിത രാജവാഴ്ചക്ക് കാരണമായ കരാർ ഏതാണെന്ന് ചോദിച്ചാൽ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ അവകാശങ്ങളുടെ കരാർ, അല്ലെ അവകാശങ്ങളുടെ ബില്ലാണ്. ഇനി ഇംഗ്ലണ്ടിലെ വോട്ടവകാശത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലണ്ടിലെ ആദ്യകാലത്ത് എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാർക്ക്, പ്രഭുക്കന്മാർക്ക്, അതേപോലെ പുരോഹിതന്മാർക്ക് എന്നിങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടവകാശത്തിന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സമയത്താണ് എന്ത് ചെയ്തത്, ഇംഗ്ലണ്ടിലെ വനിതകൾക്ക് വോട്ടവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം അവിടെ വരുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് എന്ത്, സഫ്രാഗേറ്റി പ്രസ്ഥാനം. അപ്പൊ സഫ്രാഗേറ്റി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ഇംഗ്ലണ്ടിലെ വനിതകൾക്ക് വോട്ടവകാശം ലഭിച്ചു.
പക്ഷെ അപ്പോഴും അവിടെ 30 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കാണ് വോട്ടവകാശം ലഭിച്ചിരുന്നത്. ഓക്കെ, എല്ലാ വനിതകൾക്കും ലഭിച്ചിരുന്നില്ല, 30 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം. അതിനുശേഷം അപ്പം 30 വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ടവകാശം ലഭിച്ചത് 1918 എന്നാൽ പ്രായപൂർത്തി വോട്ടവകാശം, അതായത് 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കുന്നത് 1928 അപ്പൊ ഇംഗ്ലണ്ടിലെ പ്രായപൂർത്തി വോട്ടവകാശം ലഭിച്ച വർഷം ചോദിച്ചാൽ 1928. അപ്പൊ ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ.